കുട്ടികളെ നേരായ മാർഗത്തിലൂടെ നയിക്കേണ്ട അധ്യാപകരാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഗുരുതരമായ കാര്യമല്ലേ? വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിന്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. വലിയ ഒരു ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. നമസ്കാരം. സമൂഹത്തിന്റെ നട്ടെല്ലാണ് അധ്യാപകർ. വിദ്യ പകർന്നു നൽകുന്നവർ. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ തന്നെ MDMA പോലെയുള്ള മാരക ലഹരി മരുന്നുകളുമായി പിടിയിലാകുന്ന വാർത്തകൾ നടുക്കത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. അധ്യാപകർ ലഹരി ശൃംഖലയുടെ ഭാഗമാകുമ്പോൾ വിദ്യാലയങ്ങളിലേക്ക് ലഹരി കടത്താനും കുട്ടികളെ ഇതിന് ഇരയാക്കാനുമുള്ള സാധ്യത വൻതോതിൽ വർദ്ധിക്കും എന്നതിൽ സംശയമില്ല. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. വളരെയധികം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളെ തേടിയെത്തിയ വാർത്തകളൊക്കെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആശങ്ക വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. 3 അധ്യാപകരാണ് പിടിയിലാകുന്നത്. അതായത് ലഹരി ശൃംഖലയുടെ ഭാഗമാകുന്ന 3 അധ്യാപകർ പിടിയിലാകുന്നു. ആദ്യം ഒരാൾ പിടിയിലാകുന്നു, വീണ്ടും പിന്നാലെ 2 പേർ പിടിയിലാകുന്ന സാഹചര്യം. എങ്ങനെ നമുക്കിതിനെ നോക്കിക്കാണാം? എത്രത്തോളം ആശങ്കയായിരിക്കും ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, അവരുടെയൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഷനും ആശങ്കയും ഒക്കെ എത്രത്തോളം വലുതാണ്? ചെറിയ ആശങ്കയല്ല, അത്രത്തോളം വലുതാണ്. കാരണം നമുക്കറിയാം, ഈ കുട്ടികളെ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് പണ്ടേ തന്നെ വാർത്തകളിൽ വന്നതാണ്. അധ്യാപകർ ഇങ്ങനെ ഇതിലൊരു ശൃംഖലയുടെ ഒരു കണ്ണിയായി മാറുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ നടുക്കുന്നൊരു വാർത്ത തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ആദ്യം ചിന്തിക്കുന്ന ഈശ്വര, അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? അവരൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക മാതാപിതാക്കളെന്നല്ല ഏതൊരു വ്യക്തിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ആശങ്ക അത് തന്നെയായിരുന്നിരിക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചാണെങ്കിൽ ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് മയക്കുമരുന്ന് ശൃംഖല. അത് ആദ്യം ഉപയോഗത്തിന് വേണ്ടിയാണ്. പിന്നെ അതിനുശേഷം സ്വാഭാവികമായും ആഡംബര ജീവിതമാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി പൈസ തികയാതെ വരുന്നു. ഈ അധ്യാപകന്മാർക്കുള്ള വരുമാനം 12,000 13,000 മാത്രമാണ് സാലറി. ലക്ഷക്കണക്കിന് വരുമാനമാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വരുമാനം സ്വാഭാവികമായും ചെറിയ തോതിൽ പൈസ ഇങ്ങനെ വന്നുകൂടുമ്പോൾ പിന്നെ അതിൽ കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവുന്നു. അതിലേക്ക് പിന്നെ കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നു. കൂടുതൽ കണ്ണികളെ ഇതിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി ഇവർ ചോദ്യം ചെയ്താൽ മാത്രമേ ഏതെങ്കിലും ഒരു അറ്റമെങ്കിലും പോലും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരിക്കാം. കാരണം ഒരുപാട് ശൃംഖലകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്. കർണാടകയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമൊക്കെയാണ് ഈ ലഹരിക്കടത്ത് കൂടുതലായിട്ടും ഈ കേരളത്തിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പിടിയിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതിലൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ, വിദ്യാർത്ഥികൾ എന്തായാലും അടിപ്പെട്ടു പോകുന്നുണ്ട്. പല ക്യാമ്പയിനുകളും അല്ലെങ്കിൽ കൗൺസിലിങ്ങും ഒക്കെ നൽകുന്ന കാലഘട്ടമുണ്ട്. പക്ഷേ അവരോടൊപ്പം നിൽക്കേണ്ട അധ്യാപകർ ഇങ്ങനെയാകുമ്പോൾ എത്രത്തോളം ആശങ്കയാണ് ഉള്ളത് എന്ന് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിടിയിലായ അധ്യാപകർ, അതായത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പുകളിലും അല്ലെങ്കിൽ അത്തരം കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം എന്തായിരിക്കും? ഇതൊരു മറയാണ് അവരെ സംബന്ധിച്ച്. അത് അവർക്കുള്ളൊരു സംശയം ഉണ്ടാകില്ലല്ലോ. തീർച്ചയായും അവർക്കുള്ള ഒരു ആത്മവിശ്വാസം, അവർ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലൂടെയായിരിക്കാം ഒരു പക്ഷേ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ മോട്ടീവ് ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പണം എന്നത് തന്നെയായിരിക്കാം. ഒരുപക്ഷെ അവരുപയോഗിക്കുന്നുണ്ടാകാം, ആ ലഹരിയിലൂടെ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ടാകാം. അതിനൊക്കെ അപ്പുറത്തേക്ക് പൈസ, പെട്ടെന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളത് തന്നെയാണ്. സ്ത്രീകളെ ഈ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലൊരു തന്ത്രം കൂടിയുണ്ട്. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ പരിശോധനയ്ക്കൊന്നും അവരെ വിധേയരാക്കില്ല. ഇപ്പോൾ വാഹനങ്ങളിലാണെങ്കിലും ചെക്കിംഗ് ഒക്കെ സ്ത്രീകൾക്ക് പൊതുവേ കുറവാണ്, പുരുഷന്മാർക്കായിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ ബാഗുകളിലൊക്കെ വളരെ വിപുലമായിട്ടാണ്. പണ്ടൊക്കെ തന്നെ ഇത് വാർത്തകൾ നിറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നതോടുകൂടി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അതാണ് ശ്രീജ, ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ അത് കാണാതെ പോകരുത്. ആഭ്യന്തരമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ചുമതലയേൽക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. പക്ഷെ അത്
ഒരുപാട് രീതിയിൽ ഫലപ്രദമാകുന്നുണ്ട്. അത് നമ്മൾ പറയാതെ പോകരുത് ഈ ഒരു അവസരത്തിൽ. തീർച്ചയായിട്ടും വലിയ മാധ്യമ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഈ സ്ത്രീകളുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ നമ്മൾ ഈ വാർത്തകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ ദിവസം വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഏതൊക്കെ രീതിയിലാണ് സ്ത്രീകൾ പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മെൻസ്ട്രൽ കപ്പിൽ MDMA ഒളിപ്പിച്ച് കടത്തുകയാണ്. അപ്പോൾ ഒരു രീതിയിലും അത്തരം പരിശോധനയ്ക്കൊന്നും അവരെ വിധേയരാക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇനി അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയാലോ വീണ്ടും സ്ത്രീ പീഡനമായി അല്ലെങ്കിൽ സ്ത്രീയെ അവഹേളിച്ചു എന്നുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ഈ പരിശോധനയ്ക്ക് എത്തുന്നവരും ഒന്ന് ഭയപ്പെടും. തീർച്ചയായിട്ടും NDPS ആക്ട് പ്രകാരം ഇപ്പോൾ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു ശൃംഖല. ചിലപ്പോൾ ഇപ്പോൾ പിടിക്കപ്പെടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതിന് മുൻപേ ഇതുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഈ വ്യാപകമായി ഇങ്ങനെ ആളുകൾ പിടിക്കപ്പെടുന്ന നമുക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളെപ്പോലുള്ളവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കേസ് പറഞ്ഞു, നമ്മൾ വീട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സേഫായി കരുതുന്ന ഒരു ഇടമാണ് വിദ്യാലയം. വിദ്യാലയത്തിൽ കുട്ടികൾ സേഫ് അല്ല എന്ന് പറയുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ആശ്വാസകരമായൊരു വാർത്തയല്ല. നമ്മുടെ കുട്ടികൾ സേഫ് അല്ലാത്തൊരിടം, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അത് ഇത്തരത്തിലുള്ള ആളുകളാണ് എന്നറിയുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. അതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വീട്ടിനെക്കാട്ടിൽ കൂടുതൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് സ്കൂളിലായിരിക്കും ഒരു പക്ഷേ വിദ്യാർത്ഥികൾ. അവരുടെ സെക്കൻഡ് ഹോമാണ്. നമുക്കറിയാം അമ്മമാരൊക്കെ നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാരൊക്കെ ചോറ് നമ്മുടെ വായിലേക്ക് വാരി ഉരുട്ടി ചോറ് വാരി തന്ന പോലെ പല അധ്യാപകരും അത്തരത്തിലൊക്കെ ഫീഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അധ്യാപകരെ നോക്കിക്കാണുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ മനസ്സമാധാനത്തോടെ മാതാപിതാക്കൾ വീട്ടിലിരിക്കും എന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ പെടുന്നു. ആൺകുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശങ്കയാണ്. ആൺകുട്ടികൾ ഉള്ള അമ്മമാർക്കൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അവർ വഴിതെറ്റി പോകുമോ, എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് നോക്കിക്കാണുന്ന അമ്മമാരാണ് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആശങ്കപ്പെടുമ്പോൾ ഈ അധ്യാപികമാർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെയല്ല, ഇതാണ് നേർവഴി എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ ഇതിൻ്റെ ഭാഗമാണെന്ന് അറിയുമ്പോൾ അത് വല്ലാതെ ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാൽ എല്ലാ രക്ഷിതാക്കളും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് കുട്ടികൾ അതിപ്പോൾ നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബാഗ് പരിശോധിച്ച് മാത്രമേ വീട്ടിലോട്ട് കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട്. അതെ, അതുമാത്രമല്ല ഈ വർദ്ധിച്ചു വരുന്ന ഈ മൊബൈൽ ഫോൺ ഉപയോഗം വല്ലാത്തൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ അധ്യാപികമാരുടെ കേസ് തന്നെ എടുക്കാം. ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. പല മാതാപിതാക്കളും കുട്ടികൾക്ക് ഒരു നിയന്ത്രണമില്ലാതെ ഫോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ എവിടെയാണ് ചെന്ന് വീഴുന്നത് എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഒരു വലിയ അപകടത്തിൽ അങ്ങ് അറ്റം എത്തുമ്പോഴായിരിക്കും നമ്മളിത് അറിയുന്നത്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടക്കം മുതലേ നമ്മൾ വയ്ക്കണം. അത്തരം കാര്യങ്ങളിൽ ചെറുതാണെന്ന് കരുതി തള്ളിക്കളയരുത്. കുഞ്ഞിലേ തന്നെ നമ്മൾ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നുള്ളതാണ്. അതിൻ്റെ തോത് വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ. പുരുഷന്മാർക്കാളും ശരീരഘടനയിൽ സ്ത്രീകൾക്ക് ഇത്തരം മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. കാരണം അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ അപകടകരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ മയക്കുമരുന്നൊക്കെ നൽകി ഇവരെ ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ എത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് അത്തരത്തിലുള്ള കേസുകളും വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ്. ഈ ദുരുപയോഗം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ അങ്ങനെയാണല്ലോ ശ്രീജ, എങ്ങനെയെങ്കിലും ലഹരി കിട്ടുക, അത് ചിലപ്പോൾ പണം ഉണ്ടാകില്ലായിരിക്കാം. അപ്പോൾ ഈ ദുരുപയോഗത്തിനൊക്കെ അടിമപ്പെടേണ്ടി വരും. നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഓരോ അധ്യാപകരുടെയും പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചിട്ടൊന്നും നമുക്ക് സ്കൂളിൽ നിയമനങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ അഡിക്ഷൻ സെൻ്ററിലൊക്കെ എത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധന ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. അപ്പം സ്ത്രീകളും ഇതിൻ്റെ കണ്ണികൾ മാത്രമല്ല ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതൊട്ടും ആശാസ്യകരമായൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഈ DJ പാർട്ടികളിലൊക്കെ വലിയ തോതിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. രാസലഹരികൾ. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. അയൽ രാജ്യങ്ങളിലാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നിടത്ത് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് സജീവമായിട്ട് നടക്കുന്നു. ഇടവഴികൾ കേന്ദ്രീകരിച്ച് അത് പരസ്യമായി തന്നെ ഇപ്പോഴും
അതിന് പോലും പലരും മടിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിക്രമങ്ങൾ എന്തോരം കൂടുന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കുടുംബത്തിൽ തന്നെ നമുക്ക് കാണാം. എത്ര അച്ഛനമ്മമാർ മറച്ചു വെക്കുന്നുണ്ട്, കാരണം അവർ പോലും ആക്രമണത്തിന് ഇരയാവുന്നുണ്ട്. സ്വന്തം മകനും അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ സഹോദരന്മാരോ ഒക്കെ ഇത്തരത്തിൽ മയക്കുമരുന്നിന് അടിമയായിട്ട് അവരെ തല്ലിച്ചതയ്ക്കുന്ന വാർത്തകളും അത്തരത്തിലുള്ള വാർത്തകളും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഇതൊരു വിപത്താണ് സമൂഹത്തിനും ഒന്നടങ്കം, കുടുംബത്തിനെന്നല്ല വ്യക്തിക്ക്. ഇനി മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അത് തന്നെയാണ് ഭയക്കേണ്ടത്. അച്ഛനെയും അമ്മയും തല്ലുന്നത് മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. നമ്മൾ ലോകരാഷ്ട്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അമേരിക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലയിടത്തും ഈ പറയുന്ന പോലെ തന്നെ മാഫിയ സിറ്റി തന്നെയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വബോധത്തോടെയുള്ള മനുഷ്യരെ കാണാൻ തന്നെ കഴിയില്ല ശ്രീജ. കാരണം അവർ അബോധാവസ്ഥയിലാണ്, അവരെന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്, കാരണം അവരെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ആ രീതിയിലേക്ക് കേരളം മാറുമോ എന്ന ആശങ്കയാണ്. ഇനി വരുന്ന സമൂഹത്തിന് അതൊക്കെ കാണേണ്ടി വരുമോ എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ശരിക്കും കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഈ കേസുകൾ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ അന്താരാഷ്ട്ര തലത്തിലെ ആ ഒരു ശൃംഖലയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം നമുക്കറിയാം ഈ അധ്യാപികമാർക്ക് തന്നെ ഇൻ്റർനാഷണൽ കോള് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ ബന്ധം ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ശൃംഖലയാണ്. നമുക്കിത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഓപ്പറേഷൻ തൂഫാൻ അതുകൊണ്ട് തന്നെയാണ് വലിയ കയ്യടികൾ അർഹിക്കുന്നതും. കാരണം അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഓപ്പറേഷൻ തൂഫാന് വലിയ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഓപ്പറേഷൻ തൂഫാൻ UDF സർക്കാർ അധികാരത്തിലേറിയെടുത്ത ഏറ്റവും നല്ല തീരുമാനം. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിൽ നിന്ന് നമ്മുടെ കുരുന്നുകളെ രക്ഷിക്കാനുള്ള ഈ ശ്രമത്തിൽ നമുക്കും കൈകോർക്കാം.